ഇത് 1/64 സ്കെയിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. പക്ഷെ അതിൻ്റെ സ്മൂത്ത് വർക്കിംഗ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പീഡ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ട്രാക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ലോകത്തിലെ ഏറ്റവും ചെറിയ RC കാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതാണ് ആ സംഭവം. ഇത് ഞാൻ ടെമു എന്ന് പറഞ്ഞൊരു ചൈന വെബ്സൈറ്റിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. സംഭവം ഇതിൽ വരുന്ന വളരെ ചെറിയൊരു റിമോട്ട് കൺട്രോളും അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ കാറുമാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ചെറിയ കാറൊക്കെ എങ്ങനെ RCയിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം, പിന്നെ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, പാക്കിംഗ് അടിപൊളിയാണ്. ഒരു ഗ്ലാസ് പോലത്തെ ഒരു മെറ്റീരിയലാണ് സംഭവം വന്നിരിക്കുന്നത്. ഗ്ലാസ് പാക്കിംഗ് ആണെന്നൊക്കെ പറയാം. എന്നിട്ട് നമുക്കതിൻ്റെ ഒരു ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് മുകളിലേക്ക് ഇങ്ങനെ കാർ ഇങ്ങനെ പൊക്കിയെടുക്കാം കേട്ടോ. ഷോറൂമിൽ നിന്നൊക്കെ നമ്മൾ വണ്ടി ഇറക്കുന്ന പോലെയാണ് ഇറക്കുന്നത്. അപ്പോൾ കാർ ഇവിടെ സ്ക്രൂ ചെയ്താണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റിമോട്ടും ഈ ഒരു കവറിൽ സ്ക്രൂ ചെയ്താണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്ക്രൂ റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു കാറും റിമോട്ട് റിലീസാവും. ഗൈസ്, കാർ അടിപൊളിയാണ് കേട്ടോ. കിട്ടിലും മേക്കിംഗ് ആണ്. ഇത്ര ചെറിയൊരു RC കാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത്ര ചെറിയൊരു RC കാർ. ഇതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ സി പോർട്ടാണ് ചാർജിങ്ങിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇതിനകത്തൊരു ചെറിയൊരു മോട്ടറും റിസീവറും ഒക്കെ ആഡ് ചെയ്തിട്ട് മെറ്റലാണ് കേട്ടോ. ഇതിൻ്റെ ബോഡി മെറ്റൽ ബോഡിയാണ്. ഹൈലി ഡീറ്റെയിൽഡ് ആണ് സാധനം. ഇൻബിൽറ്റ് ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. എനിക്കിത് ഇതിൻ്റെ ഡീറ്റെയിലിങ് മെറ്റൽ ബോഡിയൊക്കെ ആണെന്ന് കണ്ടപ്പോൾ തൊട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സംഭവം മെറ്റൽ ബോഡിയാണ്. പറയാതിരിക്കാൻ വയ്യ ഗ്യാസ്, അടിപൊളിയാണ്. കിട്ടില്ലനാണ്. നല്ല സ്മൂത്ത് ഡ്രൈവാണ് തോന്നുന്നു. കാരണം ഇത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ടും ആ ഒരു സ്മൂത്ത്നെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി വെച്ച് ഇവനെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോലെ സ്റ്റിയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിയറിംഗ് ലോക്ക് ചെയ്ത് വെച്ച് ഓടിക്കാനുള്ള, അതായത് നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാനൊക്കെ പറ്റിയൊരു കാറാണ് കേട്ടോ. ഇവിടെ സ്റ്റിയറിംഗ് ലോക്ക് ചെയ്യാനുള്ള സംഭവമൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് വേണ്ട ആംഗിളിൽ ഡിസൈഡ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇപ്പോൾ വളരെ ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സി പോർട്ട്, ചാർജിങ് റീചാർജബിൾ ആണ്. ഇതിനകത്ത് ബാറ്ററി കണ്ട കാര്യമില്ല, റീചാർജബിൾ ആണിത്. ഓക്കെ, ഇതൊരു വന്നിട്ടൊരു നമ്മുടെ ഷവർലയുടെയൊക്കെ സിൽവറാഡോ എന്ന് പറഞ്ഞൊരു കാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മോഡലാണ്. ഇവിടെ പുറകെ ഒരു കുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ഹൗസൊക്കെ നമുക്ക് വലിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഞാനതിൻ്റെ പരസ്യം കണ്ടായിരുന്നു. ഓക്കെ, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കാറാണ് കേട്ടോ. അപ്പോൾ റിമോട്ടിൽ ഇതുപോലെ ഒരു ബാറ്ററി റിലീസാകാൻ വേണ്ടിയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കർ നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ബാറ്ററി ഓൺ ആവും. ഓക്കെ, സംഭവം അടിപൊളിയാണ്. അതെ, അത് പറിച്ചു പറഞ്ഞാൽ ഇതിലൊരു റെഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ബബ്ലിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ബാറ്ററി പവർ ഓൺ ആയി എന്നുള്ള ഒരു സൂചകമാണ്. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫങ്ഷൻസ് വരുന്നത് ഫ്രണ്ടിലോട്ട് പോവാം, പിന്നെ റിവേഴ്സ് ഉണ്ട്, ഫോർവേഡ്, റിവേഴ്സ്, അതുപോലെ സ്പീഡിൻ്റെ പേഴ്സൻറ്റേജ്, വണ്ടിയുടെ സ്പീഡിൻ്റെ പേഴ്സൻറ്റേജ് നമുക്ക് എത്ര വേണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ആണ്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് വരുന്നത്. ഓക്കെ, വളരെ ചെറിയൊരു റിമോട്ടാണ്. നമ്മുടെ എന്താ പറയുക, ഒരു തീപ്പെട്ടിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമുള്ളൂ കേട്ടോ ഈ ഒരു റിമോട്ട്. ഈ ഒരു കുഞ്ഞൻ കാറ് ഓണാക്കി നിൽക്കാം. ഗ്യാസ് ഓണാക്കുമ്പോൾ തന്നെ ഇതാ ഹെഡ്ലൈറ്റ്, ഇവിടെ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് കണ്ടോ. ഇത് മിന്നുന്ന് കാണാം. കിട്ടില്ല സംഭവമാണ് കേട്ടോ. ഇങ്ങനെ മിന്നാണ്. ഇനി നമുക്ക് ഈ ഒരു റിമോട്ട് നമുക്ക് എങ്ങനെയാണ്, അയ്യ ഇത്ര ഒരു സെറ്റപ്പാണ്. കിടു ഗ്യാസ്, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അപ്പുറമാണ് ഞാൻ ഓടുന്നത്. വളരെ സ്മൂത്തായിട്ട് ഓടുന്നു. റിമോട്ട് ജസ്റ്റ് തൊട്ടാൽ തന്നെ കണക്റ്റ് ആകുന്നുണ്ട്. രക്ഷയിലാണ്. സ്റ്റിയറിംഗ് ഒക്കെ പക്ക. അപ്പോൾ ഇതിലിപ്പോൾ വെച്ചിരിക്കുന്ന സ്പീഡ് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തു. ഇതേ ഡബിൾ സ്പീഡായി. ഇപ്പോൾ നേരത്തെ ഓടിയിട്ട് ഡബിൾ സ്പീഡായി വേണം. അപ്പോൾ ഡ്രിഫ്റ്റിങ്ങിനൊക്കെ പറ്റിയൊരു കാർ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഒരു കുഞ്ഞൻ ടേബിളിലൊക്കെ നമുക്ക് RC കാർ ഓടിച്ച് കളിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു വണ്ടിയാണെന്ന് പറയാം. ഇവനെ വീഴാതെ സൂക്ഷിക്കണം. അതിന് സ്പീഡ് നിങ്ങൾക്ക് കമ്മിയാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വീഴാതെ സൂക്ഷിക്കാം. ഇനി ഒരു സ്പീഡും കൂടെ ഉണ്ട്. അതുപോലെ ടെയിൽ ലാമ്പിൻ്റെ ബ്രേക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട്, അടിപൊളിയാണ്. ബ്രേക്ക് ലൈറ്റ് കത്തുന്ന നിങ്ങൾക്ക് കാണാം, അതും ഉണ്ട് കേട്ടോ. നമുക്ക് ഒന്നുകൂടി അത് മൂന്നാമത്തെ സ്പീഡാണ് എനിക്ക് തോന്നുന്നു. ഭയങ്കര സ്പീഡ് എടുക്കുമ്പോൾ നല്ല ടോർക്കാണ്, ഭയങ്കരമാണ് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത സ്പീഡാണ്. പൊള്ളി ഭയങ്കര പവറാണ്. മൂന്നാമത്തെ നമുക്ക് ഒന്നുകൂടി നോക്കാൻ സ്പീഡ് ഉണ്ടോയെന്ന്. 3 സ്പീഡുള്ളൂ ഗൈസ്. ഇതാണ് ഫസ്റ്റ് സ്പീഡ്. ഇത്ര സ്ലോ ആണ് അവൻ. ഇതാണ് ഫസ്റ്റ് സ്പീഡ് കണ്ടോ. ഇത്ര സ്ലോ ആണ്.
എക്സ്റ്റീരിയർ വളരെ സ്മൂത്താണ് അവൻ. അപ്പോൾ ഇവൻ്റെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവലാണ്. ഇത് 1/64 സ്കെയിലാണ് ഈ ഒരു വണ്ടി വരുന്നത്. പക്ഷേ അതിൻ്റെ സ്മൂത്ത് വർക്കിംഗ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പീഡ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു ട്രാക്കൊക്കെ ഉണ്ടാക്കി നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയാണ്. ഇവൻ്റെ റിമോട്ട് മുനിയും വെച്ച് ഈ ഒരു എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു 3-4 കാറൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ടേബിളിൽ തന്നെ മത്സരമൊക്കെ വെച്ച് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ ക്യൂട്ടാണ് കേട്ടോ. ഇത് നൈസാണ് കാണാനൊക്കെ. ആ വീലൊക്കെ കറങ്ങുന്നത് കാണാൻ തന്നെ വേറെ ലെവലാണ് ഗൈസ്. നമുക്ക് ഇവനെ ഇതുപോലെ പവർ ബാങ്കോ അല്ലെങ്കിൽ ചെറിയ മൊബൈൽ ചാർജറൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല ബാക്കപ്പ് കിട്ടും. ഇതേപോലെ ചെറിയ ടേബിളിലൊക്കെ വെച്ച് നമുക്ക് ഡ്രിഫ്റ്റ് അടിക്കാം. അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാം. ഗൈസ്, അപ്പോൾ എൻ്റെ ഈ കുഞ്ഞൻ കാറും ഈ ഒരു കുഞ്ഞൻ RC കാറും റിമോട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വരാം. സപ്പോർട്ട് വേണം. ബൈ.